ഈ 3 ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഒരു കടൽക്കരയിൽ ഷൂട്ടിങ്ങാണ്. ഷൂട്ടിങ് പറഞ്ഞാൽ ആ ഷൂട്ടിങ്ങിൽ രാജൻ പി ദേവ് വില്ലനായിട്ട് വരുന്ന ഒരു സംഭവം. ഈ കടലിൻ്റെ കാറ്റടിച്ചിട്ട് എനിക്ക് ക്യാമറേൻ്റെ ബാക്കിൽ രാത്രിയാണ്, ക്യാമറേൻ്റെ ബാക്കിൽ ക്യാമറ പിടിച്ച് നിൽക്കുന്ന സമയത്ത് IPC കണ്ണിന്ന് ഇങ്ങനെ ഇളയിട്ട് വരും. പെട്ടെന്ന് നമ്മളെ കണ്ണിന്ന് ക്യാമറ എല്ലാം വിട്ടുപോകും. ഈ കാലിൻ്റെ ജോയിൻറ്റ് പെട്ടെന്ന് അവിടെ ലൂസാവും, ഉറക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആവും. ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു രാജൻ പി ദേവ്. രാജൻ പി ദേവ് വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയും, മലയാളിയല്ലേ, സ്നേഹം ഉണ്ടാവുമല്ലോ, എൻ്റെ അടുത്ത് സോഡ കൊണ്ട് തന്നിട്ട് പറയും മുഖം കഴുകിക്കോ എന്നാൽ ഉറങ്ങാതെ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു 3 ദിവസം 4 ദിവസം രാവിലെ വീട്ടിൽ പോകും, കുളിക്കും, വരും. വീടല്ല, റൂമിൽ എന്താ പറഞ്ഞാൽ അന്ന് നമ്മൾ ബാച്ചലറാണ്. അവിടെ പോയി കുളിക്കും, ഇമ്മീഡിയറ്റ് വരും. വന്ന് ഇവിടെ ഇരുന്ന് ആ ഗ്യാപ്പിൽ കിട്ടുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് ഉറങ്ങും, ചെറിയൊരു ഉറക്കേ കിട്ടുള്ളൂ. ഇങ്ങനെ കണ്ടിന്യൂസ് 6 ദിവസങ്ങളാണ്. 6 ദിവസം കഴിയുമ്പോൾ രാവിലെ വന്ന് ലൈറ്റപ്പ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് സെറ്റിൽ. അത് ചെയ്യണമെങ്കിൽ ഒരു ദിവസം ലൈറ്റപ്പ് തന്നെ വേണം ഈ സെറ്റിൻ്റെ അകത്ത്. അതിൻ്റെ ഉള്ളിൽ ഒരു ഡൺ സെറ്റാണ്. ഡൺ സെറ്റ് മീൻസ് നല്ല വലിയൊരു ഗുഹേൻ്റെ ഉള്ളിൽ ഈ വിജയകാന്ത് ഇങ്ങനെ നടന്നു വരുന്നതാണ്. അതൊരു തഞ്ചാവൂർ ചോഴരാജാവിൻ്റെ ഒരു വലിയൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ ഒരു ഗുഹയായിട്ടാണ്, അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ വരുന്നതാണ് കാണിക്കുന്നത്. അത് സെറ്റിൻ്റെ അകത്ത് ഈ വലിയ പോണ്ട് മീൻസ് തടാകം, ചെറിയ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിറയെ വെള്ളം നിറച്ച് അതിൻ്റെ ഉള്ളിൽ ഈ കുറേ എലികള്, അതിനകത്ത് പാമ്പുകളുടെ ഈ അതിൻ്റെ ഉള്ളിലെ കൂടി വരുന്ന സമയത്ത് ഇങ്ങനെ വന്ന് പുറത്തേക്ക് എത്തുന്ന സമയത്ത് കുറേ പാമ്പുകൾ, ഒരു 200 പാമ്പുകൾ. 200 പടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു 500 പാമ്പുണ്ടാവും. ബാക്കി ഒരു 300 പാമ്പുകളെല്ലാം ഈ പടവലങ്ങയ്ക്ക് പെയിന്റ് അടിച്ച് ഡിസ്റ്റൻസിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ആ ഔട്ട് ബോക്സിലൊന്നും കാണൂല, അത് അറിയില്ല. അത് പറയാൻ വരാം. അതിനു മുമ്പേ ഞാൻ വിജയ് സാറിൻ്റെ ഞാൻ കഥയിലേക്ക് വരാം. അപ്പോൾ ഷൂട്ടിങ് ഇവിടെ രാവിലെ നടക്കാൻ പോവുക. അപ്പോൾ ഫുഡ് കൊണ്ടുവന്നു. അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യേണ്ട ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കുറേ ഉണ്ട്, അവർക്ക് ഫുഡ്, ബാക്കി സെറ്റ് എല്ലാം ഫ്ലോർ എല്ലാം റെഡി. അപ്പോൾ വിജയകാന്ത് സാറ് വന്നു.